ശ്രീ എം കെ ഹരിദാസ്, സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച വേളയിൽ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചത് പാർട്ടിക്ക് ചില ദൗർബല്യങ്ങളുണ്ട് എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പല വകുപ്പുകളെയും സംബന്ധിച്ചുള്ള വിമർശനങ്ങളുമൊക്കെ ഉണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ദിവസം അതിന്റെ ഒരു ആകത്തുക പരിശോധിക്കുകയാണെങ്കിൽ ഈ ദൗർബല്യങ്ങളൊക്കെ മാറ്റുന്നതിന് പാർട്ടി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങൾ പാർട്ടി തെറ്റുതിരുത്തി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏവരും പ്രതീക്ഷിച്ചത്. പക്ഷേ വിമർശനങ്ങളെ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടില്ല. പ്രശംസ ആവോളം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് പല ഇളവുകളും നൽകി. ഇഷ്ടക്കാർ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിലടക്കം വന്നു, വീണ്ടും അവരോധിക്കപ്പെട്ടു. അങ്ങനെ പാർട്ടി ഒരു വ്യക്തിയിലേക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളവരിലേക്കും മാത്രം ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണോ നമുക്ക് കാണാൻ കഴിഞ്ഞത്? നമുക്ക് ഈ പാർട്ടിയുടെ പേര് ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാക്കിയിട്ട് മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഈ കൊല്ലം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടുകൂടി നമുക്ക് തോന്നുന്നത്. അല്ലാണ്ട് അതിൽ കമ്മ്യൂണിസം ഒന്നും ഇപ്പോ നമുക്ക് ഈ കേരളത്തിലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയിൽ ഇപ്പൊ എവിടെയും കമ്മ്യൂണിസത്തിന്റെ ഒരു ലാഞ്ചന പോലും എവിടെയും കാണാനില്ല. അപ്പൊ അത് ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് മാറ്റേണ്ട അവസ്ഥയിലേക്കാണ് ഈ CPM-ന്റെ ഫുൾ ഫോം വന്ന് ചേർന്ന് നിൽക്കുന്നത്. ഈ പിണറായി വിജയന് പ്രായത്തിന്റെ പരിധിയിൽ ഇളവ് നൽകുന്ന കാര്യത്തെ കുറിച്ചിട്ട് EP ജയരാജൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. അത് വല്ലാണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല. വേറെ ആരാണ് ഉള്ളത്? അദ്ദേഹം അത് ദ്വയാർത്ഥത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ആരാണ് ഉള്ളത് എന്നുള്ള ആ ഒരു ചോദ്യത്തില് 100 ഒളിയമ്പുകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വേറെ ആരും ഇല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിയെ മുൻപോട്ട് നയിക്കാൻ ആരുമില്ലാത്ത സ്ഥിതിയിലേക്ക് പാർട്ടി പൂതലിച്ചു. അതാണ് MA ബേബി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്. പാർട്ടി പൂതലിച്ച അവസ്ഥയിലായി എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള രേണുക എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തില് ദൗർബല്യങ്ങൾ മാത്രമുള്ളൊരു പാർട്ടിയായിട്ട് CPM കേരളത്തിൽ മാറി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പാർട്ടിയുടെ ആദ്യത്തെ ഘടന. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിട്ട് പാർട്ടി ഒരിക്കലും മുൻപോട്ട് പോയിട്ടില്ല. ആ വ്യക്തി പറയുന്നത് മാത്രമാണ് ശരി എന്ന നിലയിൽ പാർട്ടി മുൻപോട്ട് പോയിട്ടില്ല. ഇതിപ്പോ കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കും ഞങ്ങൾ അങ്ങനെയായാൽ നിങ്ങൾക്ക് എന്താ. എനിക്ക് ഈ മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ എൻ്റെ മെസ്സഞ്ചറിൽ കയറിയിട്ട്, ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല, അപ്പൊ മെസ്സഞ്ചറിൽ കയറിയിട്ട് ചോദിക്കുന്നത് നിനക്കെന്താടാ പിണറായി വിജയൻ ഞങ്ങളെ നയിക്കുന്നത് കൊണ്ടും പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കുന്നത് കൊണ്ടും നിനക്ക് എന്താ എന്നുള്ള ചോദ്യം ധാരാളമുണ്ട്. പക്ഷെ അപ്പൊ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര് മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. വേറൊന്നുമല്ല പറയുന്നത്. ആ പാർട്ടിയുടെ ആ പേര് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിഞ്ഞു. അപ്പൊ അത് ചെയ്യാതെ ഇത്തരത്തിലുള്ള നമ്മൾ ഇത് തൊഴിലാളി വർഗാധിഷ്ഠിത പാർട്ടിയാണെന്നും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അങ്ങേയറ്റം ഒരു വിഷമം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വർഗബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റും ബൂർഷ്വയും ഒരുപോലെയാണെന്ന് പാർട്ടി ക്ലാസ്സുകളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലത്ത് എനിക്ക് വലിയ ഒരു പ്രചോദനമായിരുന്നു. വർഗബോധമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ബൂർഷ്വയ്ക്ക് തുല്യമാണെന്നുള്ള കാര്യം ഞാൻ കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച് മുൻപോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ ബൂർഷ്വ ആവണമെങ്കിൽ, ബൂർഷയെ ഒതുക്കണമെങ്കിൽ ബൂർഷയുടെ അച്ഛനാവണം എന്നുള്ള ഒരു സിദ്ധാന്തത്തിന്റെ പുറത്താണ് ഒരു സിനിമയിലെ ഡയലോഗ് ഉണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കണം. സുധാകരന്റെ കവിതയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കണം. അതും സംസ്ഥാന സമ്മേളനം നടക്കുന്നത് വരെ അദ്ദേഹം ആ കവിത എഴുതിയെങ്കിലും ആ കവിത പുറത്തേക്ക് വിട്ടത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഇടയിലാണ്. അതിൽ കുന്തവും കുടച്ചക്രവും എന്ന വാക്കിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ഹെഡിങ്ങിലൂടെ അദ്ദേഹത്തിന് പറയാനുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങി. ആ വ്യക്തി പറയുന്നത് മാത്രമാണ് സിദ്ധാന്തങ്ങളും പാർട്ടി നടപ്പിലാക്കേണ്ടതും എന്ന അവസ്ഥയിലേക്ക് ഒതുങ്ങിയിട്ടുള്ളതിലെ ഒരു കാര്യം ഇവർ മനസ്സിലാക്കുക. വലിയൊരു വിഭാഗത്തിന് അങ്ങേയറ്റം, വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകർക്ക് അങ്ങേയറ്റം നിരാശയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ നിരാശ 2026 സംസ്ഥാനത്തിന്റെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മൂന്നാമതൊരു അധികാര സ്ഥാനത്തിലേക്ക് എത്താൻ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സാധിക്കാതെ വരും. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ പോലെ ചതിച്ചിട്ട് മറ്റേ
മറ്റവർ ജയിക്കാൻ വേണ്ടിയിട്ട് വോട്ട് കൂട്ടുന്ന ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ അല്ല, പ്രവർത്തകരല്ല CPM എന്ന് പറയുന്ന പാർട്ടിയിലുള്ളത്. ഇവിടുത്തെ നിലവിലെ സാഹചര്യത്തിനനുസരിച്ചിട്ട് മൂന്നാമത് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും കോൺഗ്രസ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസിലെ അമിതമായ ഒത്തൊരുമയുടെ ഒരു ഭാഗമായിട്ട് അധികാരം മൂന്നാമതും പിണറായി വിജയൻ അല്ലെങ്കിൽ CPM-ലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന അപച്യുതി അത് ബംഗാളിന് തുല്യമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രേണുക. അതെ, ശ്രീ MK ഹരിദാസ്, അത് മാത്രമല്ല, ഈ നിരാശ മാത്രമല്ല, വലിയ രീതിയിലുള്ള അമർഷവുമുണ്ട്. അതായത് പത്മകുമാർ, മുൻ MLA, അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മണിക്കൂറുകൾക്ക് മുൻപാണ് അത് പങ്കുവച്ചത്. അതായത് ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം, ലാൽ സലാം, ഇങ്ങനെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് ബുക്കിലൂടെ കുറിച്ചത്. പക്ഷേ ഇത് ചർച്ചാ വിഷയമായി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷം പുകയുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഏകാധിപതിയെ അല്ലെങ്കിൽ സർവാധികാരിയെ ആര് എതിർക്കും? ആരും വിമർശന സ്വരം പോലും ഉന്നയിക്കാൻ തക്കവണ്ണം ആ പാർട്ടി ആർക്കൊക്കെയോ അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.